ഹായ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ മക്കളെല്ലാവരും SSLC എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ +1 അഡ്മിഷനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ, ആപ്ലിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ, ഇപ്പോഴേ എന്തിനാണ് നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളും നോക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമേ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. ഒരു 1 വീക്ക് ടൈമൊക്കെയാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ധൃതിപ്പെട്ട് ആ ഒരു സംഭവം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാനിക്കായിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുക, ഇപ്പോൾ അക്ഷയയിലൊക്കെ പോയിട്ട് അവിടുത്തെ അവിടെ പോയി ക്യൂ നിൽക്കും, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ആൾക്കാരുടെ പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കാറുണ്ട്. അതായത് അവർ പറയും ഇന്ന സ്കൂളിൽ പോയിക്കോ, അല്ലെങ്കിൽ ആ കോഴ്സ് എടുത്തോ, അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ഒരു അഡ്മിഷൻ പോകാനും അതിനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ അഡ്മിഷൻ ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു അഡ്മിഷന് മുന്നേ നമ്മൾ കുറച്ച് തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് എപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്, അതേപോലെ ബോണസ് പോയിന്റ് എങ്ങനെയൊക്കെയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് HSCAP എന്നുള്ള ആ ഒരു പോർട്ടലിലൂടെയാണ്. അതായത് അതൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയും. അതായത് ഏകജാലകം വഴിയാണ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവുക. അതിന് കൃത്യമായിട്ടുള്ളൊരു സൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ത്രൂ ആയിരിക്കും നമ്മളുടെ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ്. ഈ ഏകജാലകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജില്ലയിലുള്ള എല്ലാ സ്കൂളുകൾക്കും അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റൊരു അപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതിയാവും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏകജാലകം എന്ന് പറഞ്ഞ ആ സിസ്റ്റം അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു ജില്ലയിലുള്ളതാണെങ്കിൽ ഒറ്റൊരു ആപ്ലിക്കേഷൻ മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ വേറൊരു ജില്ലയിലെ സ്കൂളിലേക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ടാവും എന്ന് മനസ്സിലാക്കുക. സോ അതാണ് HSCAPനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും. അതിന് കൃത്യമായിട്ടുള്ളൊരു WGPA എന്ന് പറഞ്ഞിട്ടുള്ള വെയിറ്റേജ് ഗ്രേഡ് പോയിന്റ് ആവറേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ അവിടെ നടക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ മെയ് 2nd വീക്കോടൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിസൾട്ട് പ്രഖ്യാപിച്ച ഉടനെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ധൃതി കൂട്ടാതെ നിങ്ങൾ കൃത്യമായിട്ട് ഓൾറെഡി തയ്യാറാക്കി വെച്ച കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് തയ്യാറാക്കി വെക്കേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ മെയ് 2nd വീക്കോട് കൂടിയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുക എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഒരു കഴിഞ്ഞ ഒരു 2025 മെയ് 14 ടു മെയ് 21 വരെയൊക്കെ ആയിരുന്നു, മെയ് 20 വരെ ആയിരുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. സോ ആ ടൈമേ ഉണ്ടാവുള്ളൂ. ആൻഡ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് എവിടെ വരും, ഒരു മെയ് 3ാം വീക്കൊക്കെ ആകുമ്പോഴത്തേനും ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്, നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്ത സ്കൂൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി എന്തെങ്കിലും എഡിറ്റ്സ് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ജൂൺ 1st വീക്കോടൊക്കെ കൂടെ നിങ്ങൾക്ക് എന്ത് വരും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ വരും. അത് കഴിഞ്ഞിട്ട് എന്ത് വരും, 2ഉം 3ഉം അലോട്ട്മെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ച് അലോട്ട്മെൻറ്റ്സ് വരുന്നതായിരിക്കും. സോ ആൻഡ് മിഡ് ജൂണൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതാണ് ഒരു ടൈം ലൈൻ വരുന്നത്, നിങ്ങൾ എവിടെ ആപ്ലിക്കേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഓക്കെ, യെസ്. അപ്പം ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. HSCAP എന്നുള്ള ആ ഒരു സൈറ്റ് വഴിയാണ്. അതിൻ്റെ കൃത്യമായിട്ട് ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ hscap.kerala.government.in എന്ന സൈറ്റ് വഴിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് വന്ന ശേഷമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുക. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു WGPA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുക. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇതിലേത് സ്ട്രീമിലേക്കാണ് പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ 10th പഠിച്ച സബ്ജക്ട്സിൻ്റെ ഇപ്പോൾ സയൻസിലേക്ക് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ 10th സയൻസ് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ അവിടെ അതിനൊരു വെയിറ്റേജ് ഉണ്ടാവും. അതാണ് ഈ WGPA കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ സെലക്ഷൻ
പ്രോസസ്സ് നടക്കുക എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, സ്ട്രാറ്റജിക് ഓപ്ഷൻസ് എൻട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്കൂളിന് ഒരു കോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിനും ഒരു കോഡ് ഉണ്ടാവും. അപ്പോൾ ആ സ്കൂളിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, അഡ്മിഷൻ്റെ സമയത്ത് ഓരോ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ജില്ലയിലെ കുറേ സ്കൂളുകളിലേക്ക് കുറേ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്ന് ഇഷ്ടമുള്ള സ്കൂളിലും ആ കോഴ്സും ആയിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സ്കൂളിൻ്റെ കോഡും കൊടുക്കണം, അതേപോലെ കോഴ്സിൻ്റെ കോഡും കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ് സ്കൂൾ ഏതാണ്, ഫസ്റ്റ് കോഴ്സ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. അതേപോലെ സെക്കൻഡ്, ഇനിയിപ്പോൾ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത് ഞാൻ ഏത് സ്കൂളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം സെക്കൻഡ് ആയിട്ട് കൊടുക്കുക, അടുത്തൊരു സ്കൂൾ തേർഡ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡും കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഇത് ഇനി നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ്സ് ആണ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് റെഡിയാക്കി വെക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ എന്തിനൊക്കെയാണ് ബോണസ് പോയിന്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2025 സർക്കുലറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചുള്ള. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ SSLC അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ റെഡിയാക്കി വെക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും വിടുതൽ സർട്ടിഫിക്കറ്റ്, അതായത് TC ആൻഡ് CC, അത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ റെഡിയാക്കി വെക്കണം. പിന്നെ ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് എന്നിവയൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളവർക്ക് എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാവും നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ടൈമിൽ. അതേപോലെ അടുത്ത മനസ്സിലാക്കേണ്ടത് പ്രായപരിധി ഇളവുകൾ വേണ്ട ആൾക്കാർ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും റെഡിയാക്കി വെക്കണം. അതിൽ നോർമലി അപേക്ഷകർക്ക് 2025 ജൂൺ മാസം 1-ന് 15 വയസ്സ് പൂർത്തിയായിരിക്കണം, എന്നാൽ 20 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഉണ്ട്. ആ കണ്ടീഷനിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. ജസ്റ്റ് ഇത് അങ്ങനെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നവർ ഇതൊന്ന് വായിച്ചു നോക്കുക. യെസ്. ഓക്കെ, മൂന്നാമത് വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 40% കുറയാത്ത വൈകല്യം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു അംഗീകൃത മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ല, കമ്മ്യൂണിറ്റി പരിശോധിക്കുന്നതിന് SSLC ബുക്കിലുള്ള സാമുദായിക വിവരങ്ങൾ മതിയാവും. നിങ്ങളുടെ SSLC ബുക്കിലെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് മതിയാവും നിങ്ങളുടെ എന്തിന്, സാമുദായിക സംവരണത്തിന്. സോ അവിടെ SSLC ബുക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാമുദായിക സംവരണമാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് അവിടെ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യത്തിന് റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇനി OBH വിഭാഗക്കാർക്കാണെങ്കിൽ അതേപോലെ റവന്യൂ അധികൃതരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാലേ എന്ത് ലഭിക്കുകയുള്ളൂ, ഫീസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ ഭാഷാ ന്യൂനപക്ഷം, അതായത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അവിടെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ അതേ താലൂക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഏരിയയിലുള്ള ആ ഒരു സ്കൂളിലാണെങ്കിൽ സ്ഥിരതാമസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ ഒരേ താലൂക്കിലെയോ സ്കൂളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, അവിടെ ബോണസ് പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് SSLC ബുക്കിലുള്ള സെയിം അഡ്രസ്സ് തന്നെ മതിയാവും. പക്ഷേ നിങ്ങളുടെ SSLC ബുക്കിലുള്ള അഡ്രസ്സും ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ താലൂക്കിൻ്റെ അഡ്രസ്സിൽ എന്തെങ്കിലും മിസ്മാച്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് നിങ്ങൾ റേഷൻ കാർഡോ അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കുക. ഇനി NCC ഒക്കെ ബോണസ് പോയിന്റ് ഉണ്ട്. അതിൽ NCCയിൽ 75% ഹാജർ ഉണ്ടെന്നുള്ള NCC ഡയറക്ടറേറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്കൗട്ട് വിഭാഗത്തിൽ നിന്നും ബോണസ് പോയിന്റ് ലഭിക്കുകയുള്ളൂ, അതും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആൻഡ് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ സർവീസിലുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത ജവാന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലെങ്കിൽ ആർമി, നേവി, എയർഫോഴ്സ് ഈ സേനാ വിഭാഗത്തിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാന്റെ ആശ്രിതർ ആണെങ്കിൽ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കാം. ആൻഡ് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ പോയിന്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതിൽ പറഞ്ഞ പോലെ പ്രതിപാദിച്ച പോലെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടതുണ്ട്. ആൻഡ് ടൈ ബ്രേക്കിംഗ് പോയിന്റ് നൽകുന്ന ഇനങ്ങളിൽ എന്ത് ചെയ്യണം, ഈ NTSC, NMMSC, USS, LSS ഒഴികെയുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തവയായിരിക്കണം ടൈ ബ്രേക്കിന് നമ്മൾ കൊടുക്കേണ്ടത്. NTSCക്ക് പോയിന്റ് ലഭിക്കാൻ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് SCRTയോ NCRTയോ നൽകിയ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്.
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ആൻഡ് ഇതേപോലെ ലിറ്റിൽ കൈറ്റ്സിനും ബോണസ് പോയിന്റ് ഉണ്ട്. ലിറ്റിൽ കൈറ്റ്സിന് ബോണസ് പോയിന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് കൈറ്റ് നൽകിയിട്ടുള്ള എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അതായത് EWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. 10% സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടസിൽ അനുബന്ധം 10 സർക്കാർ ഉത്തരവിലെ ഖണ്ഡിക 5 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് വില്ലേജ് ഓഫീസറിൽ നിന്നും ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവരായിരിക്കണം. EWS റിസർവേഷന് ആവശ്യമുള്ള അനക്ഷർ 1 മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനക്ഷർ 3 മാതൃകയിലുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി പ്രത്യേക പരിഗണനക്കായി ഉൾപ്പെടുന്ന എല്ലാ വിവരങ്ങൾക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളതിനാൽ എല്ലാ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സർട്ടിഫിക്കറ്റുകൾ നമ്പറും അതേപോലെ ഡേറ്റും അതിൽ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. LSS പരീക്ഷയിൽ യോഗ്യത നേടിയ സ്റ്റുഡൻസ് ആണെങ്കിൽ LSS സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. USS പരീക്ഷയിൽ ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, USSന്റെ പരീക്ഷാ ഭവനിൽ നിന്നും നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. NMMS എക്സാമിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിസൾട്ട് പേജും അവിടെ സബ്മിറ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ട, ഏതൊക്കെ സർട്ടിഫിക്കറ്റിനാണോ നിങ്ങൾ അർഹരായിട്ടുള്ളത് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷൻ്റെ ടൈമിലാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല, അല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തപ്പിയിട്ട് കാണുന്നില്ല, നിങ്ങൾ ആകെ ടെൻഷനായി, അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡി അല്ലേ, സെറ്റ് അല്ലേ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഓക്കെ, സോ അത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഒരു അപ്ലിക്കേഷൻ്റെ ടൈമിലൊക്കെ നോർമലി സംഭവിക്കുന്ന മിസ്റ്റേക്സ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഈ അപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളും കോഡും ഒക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ അവിടെ കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നഷ്ടപ്പെടാറുണ്ട് അല്ലേ. ചെറിയ നല്ല ഗ്രേഡ് നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടും ഇഷ്ടമുള്ള സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്, ഈ അപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ മിസ്റ്റേക്സ് പറ്റുന്നത്. സോ അങ്ങനത്തെ മിസ്റ്റേക്സ് ആണ്, നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ഓപ്ഷൻ പ്രയോറിറ്റി കറക്റ്റായിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്കൂള് നിങ്ങൾക്ക് ഏത് സ്കൂളാണോ വേണ്ടത്, ഏത് കോഴ്സാണോ വേണ്ടത്, അതിൻ്റെ സ്കൂളിൻ്റെ കോഡ് എന്തൊക്കെയാണ്, കോഴ്സിൻ്റെ കോഡ് എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ അവിടെ മാച്ച് ചെയ്ത് വെക്കുക. പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ്റെ ടൈമിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഫേക്ക് ബോണസ് ക്ലെയിംസ്, അവിടെ നിങ്ങൾ ഈ ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിട്ടൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവും. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അർഹരായിട്ടുള്ള ഇതിന് മാത്രം എന്ത് ചെയ്യാം, ആ ഒരു ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ ഇഗ്നോറിങ് ടെമ്പററി അഡ്മിഷൻ, അപ്പോൾ നിങ്ങൾക്കൊരു ലോവർ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്തൊരു സ്ഥലത്താണ് അഡ്മിഷൻ കിട്ടിയത്, അതുകൊണ്ട് ആ അഡ്മിഷൻ എടുക്കണില്ല എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ ബാക്കി അലോട്ട്മെൻറ്റ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള സ്കൂളിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വരുത്താതിരിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ യെസ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് വളരെ കുറഞ്ഞൊരു സമയമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ സ്കൂളുകളിൽ കറക്റ്റ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെ സ്കൂളാണ് എനിക്ക് വേണ്ടത്, ഏതൊക്കെ കോഴ്സാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതേപോലെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാനിവിടെ കാണിച്ചു തന്നു. അതിൽ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് അവിടെ തയ്യാറാക്കി വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റാക്കി അവിടെ വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്കത് അപ്ലിക്കേഷൻ്റെ ടൈമിൽ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് സ്കൂളുകളുടെ കോഡുകളും അതേപോലെ തന്നെ കോഴ്സിൻ്റെ കോഡുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. യെസ്, അപ്പോൾ നിങ്ങളെല്ലാവരും +1 പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ +1 അഡ്മിഷനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ
ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ്, നിങ്ങളുടെ അപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവരും അപ്ലിക്കേഷൻ്റെ ടൈമിൽ അധികം ടെൻഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യട്ടെ അല്ലേ. ഓരോ ജില്ലയിലെ സ്കൂൾ കോഡുകളും കോഴ്സിൻ്റെ കോഡുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ +1 +2 ജേണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. നല്ല അടിപൊളിയായിട്ടുള്ള കാലഘട്ടമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ക്ലാസ്സുകൾക്ക് ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.